ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. എക്സാമിന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ അത് മൂന്നും തമ്മിലുള്ള റിലേഷൻസ് അറിയണം. ഓക്കെ, അപ്പോൾ ടൈമാണ് ടി, ടൈം ടി എന്ന് ഡിനോട്ട് ചെയ്തു, സ്പീഡിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസിനെ ഡി എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ടി എസ് ഡി, ഇത് തമ്മിലുള്ള റിലേഷൻസ്, അതായത് ടൈമും സ്പീഡും അറിയെങ്കിൽ എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡും ഡിസ്റ്റൻസും അറിയെങ്കിൽ എങ്ങനെ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ആ റിലേഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പറയാൻ പോകുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈമാണ്. ക്ലിയർ ആണല്ലോ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഇതറിയെങ്കിൽ ബാക്കി രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്തായിരിക്കും ഈ റിലേഷൻ? തന്നെ ടൈം കിട്ടും. ടൈം എന്തായിരിക്കും? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി സ്പീഡ് എന്തായിരിക്കും? അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫോർമുലാസാണ്. ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ടൈമും സ്പീഡും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ റിലേഷൻ പഠിച്ചു. ഇനി യൂണിറ്റാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് ആദ്യം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തൊക്കെയാണ് നോക്കാം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയൊക്കെ പറയാറുണ്ട്? കിലോമീറ്ററിൽ പറയാറുണ്ട് അല്ലേ, മീറ്ററിൽ പറയാറുണ്ട്, സെൻറ്റിമീറ്റർ എന്ന് പറയാറുണ്ട്, മില്ലിമീറ്റർ, ഇതൊക്കെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ, അതായത് എങ്ങനെ കിലോമീറ്ററിനെ മീറ്റർ ആക്കാം, മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റും, സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ പറ്റും നോക്കാം. ഓക്കെ, അതായത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഇനി 1 മീറ്റർ എന്ന് പറഞ്ഞാലോ 100 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻസ് അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യം വരും. ചിലപ്പോൾ കിലോമീറ്ററിനെ മീറ്റർ ആക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ മീറ്ററിന് സെൻറ്റിമീറ്റർക്ക് ആക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് തമ്മിലുള്ള റിലേഷൻ. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റും പറഞ്ഞു, റിലേഷനും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ടൈമാണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണ്? 3 മെയിൻ യൂണിറ്റുള്ളത്. ഒന്ന് ഹവർ, ഓക്കെ, അടുത്തത് മിനിറ്റ്, അടുത്തത് സെക്കൻഡ്. ഓക്കെ, ഇത് മാറ്റണം. എങ്ങനെ മാറ്റുക? അതായത് 1 ഹവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ഹവറിൽ 60 മിനിറ്റ് ആണുള്ളത് അല്ലേ. ഇനി 1 മിനിറ്റിലോ? 1 മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, ഇനി 1 ഹവറിൽ എന്തുണ്ടാവും? 1 ഹവറിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഹവറിൽ 60 മിനിറ്റ്, ഓരോ മിനിറ്റിലും 60 സെക്കൻഡ്. അപ്പോൾ 60 × 60 3600 സെക്കൻഡ് ഉണ്ടാവും. അപ്പോൾ 1 ഹവറിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 3600 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് പറഞ്ഞു, തമ്മിലുള്ള റിലേഷനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 ഹവർ 3600 സെക്കൻഡാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്, 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് സ്പീഡിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, എന്താണ് സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പീഡിൻ്റെ യൂണിറ്റ്. ഓക്കെ, സ്പീഡിന് മെയിനായിട്ട് ക്വസ്റ്റ്യനിലൊക്കെ തരുന്ന 2 ടൈപ്പാണ്. ഒന്ന് കിലോമീറ്റർ പെർ ഹവർ, അടുത്തത് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് രണ്ടുമാണ് സ്പീഡിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ പെർ ഹവർ ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ 30 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞു. 30 കിലോമീറ്റർ പെർ ഹവർ എന്താ അതിൻ്റെ മീനിങ്? എന്താ 30 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 30 കിലോമീറ്റർ ഇൻ 1 ഹവർ. ഓക്കെ, അതായത് 1 ഹവറിൽ എത്ര ട്രാവൽ ചെയ്യും? 30 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഹവറിൽ 30 കിലോമീറ്റർ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 60 കിലോമീറ്റർ ആയിരിക്കും ഇൻ 2 ഹവർ. ശരിയല്ലേ? 60 കിലോമീറ്റർ ആയിരിക്കും 2 ഹവർ. ഓക്കെ, അപ്പോൾ 30 × 5 എത്രയാണ്? 150 കിലോമീറ്റർ ആയിരിക്കും ഇൻ 5 ഹവർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 30 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 30 കിലോമീറ്റർ ഇൻ 1 ഹവർ. അപ്പോൾ 2 ഹവറിൽ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യും, 5 ഹവറിൽ 150 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അതൊക്കെ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളതിൻ്റെ മീനിങ്. ഇനി മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്താ അതിൻ്റെ മീനിങ്? 10 മീറ്റർ ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, 10 മീറ്റർ ഇൻ 1 സെക്കൻഡ്. അപ്പോൾ 2 സെക്കൻഡിൽ എന്തായിരിക്കും? 20 മീറ്റർ ആയിരിക്കും ഇൻ 2 സെക്കൻഡ്. ഓക്കെ, 50 മീറ്റർ ആയിരിക്കും ഇൻ 5 സെക്കൻഡ്. ഓക്കെ, 5 സെക്കൻഡിൽ 50 മീറ്റർ ആയിരിക്കും.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് സ്പീഡിൻ്റെ 2 യൂണിറ്റ്, കിലോമീറ്റർ പെർ ഹവറും മീറ്റർ പെർ സെക്കൻഡും. അപ്പോൾ ഇനി സ്പീഡിൻ്റെ 2 യൂണിറ്റ് ഉണ്ട്, കിലോമീറ്റർ പെർ ഹവർ, മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ കൺവേർഷനാണ്. അപ്പോൾ എങ്ങനെ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അങ്ങനെ അതിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എങ്ങനെ കിലോമീറ്റർ പെർ ഹവർ തരികയാണെങ്കിൽ ആ യൂണിറ്റിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എങ്ങനെ അതിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കാൻ പറ്റും. ഓക്കെ, അത് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ബൈ 5/18. ഓക്കെ, 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കണമെങ്കിൽ നേരെ തിരിച്ച്, അപ്പോൾ 5/18 മാറ്റി എന്താക്കുക, 18/5 ആക്കുക. ഓക്കെ, മാറിപ്പോകരുത്, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, അപ്പോൾ മറ്റേ കിട്ടും, നേരെ തിരിച്ചിട്ടാൽ മതി. ഓക്കെ, മൾട്ടിപ്ലൈ ബൈ 18/5. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുകയാണെങ്കിൽ 5/18 ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ കിലോമീറ്റർ പെർ ഹവറിലോട്ട് മാറ്റുകയാണെങ്കിൽ 18/5 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞു, എക്സ് കിലോമീറ്റർ പെർ ഹവർ അതെന്തായിരിക്കും, എക്സ് ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ആ എക്സിന് എന്ത് ചെയ്യണം, 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി എക്സ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എന്താ, അതിനെങ്ങനെ കിലോമീറ്റർ പെർ ഹവർ ആക്കുക, എക്സ് ഇൻറ്റു 18/5 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും. ഓക്കെ, എക്സ് ഇൻറ്റു 18/5 കിലോമീറ്റർ പെർ ഹവർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 36 കിലോമീറ്റർ പെർ ഹവർ എന്ന് തന്നു, അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താ, 36 കിലോമീറ്റർ ഇൻ 1 ഹവർ എന്നാണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ എന്ത് വരും, 36 ഇൻറ്റു 5/18. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2 എന്ന് വരും. അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, അതായത് 1 ഹവറിൽ 36 കിലോമീറ്റർ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരേ സംഭവം തന്നെയാണ്. ഓക്കെ, സെയിം ആണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അത് എന്ത് ചെയ്യുക, 20 ഇൻറ്റു 18/5 കിലോമീറ്റർ പെർ ഹവർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് വരും, കട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 18 ആയി 72 എന്ന് വരും. അതായത് 72 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, അതായത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ 20 മീറ്റർ ട്രാവൽ ചെയ്യും. അതുതന്നെയാണ് എന്ത്, 1 ഹവറിൽ 72 കിലോമീറ്റർ ട്രാവൽ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഓക്കെ, അപ്പോൾ 72 കിലോമീറ്റർ പെർ ഹവർ ആണ് എന്ത്, 20 മീറ്റർ പെർ സെക്കൻഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കുക, അതുപോലെ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ് തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു, എല്ലാ യൂണിറ്റ്സും പറഞ്ഞു, യൂണിറ്റ്സിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഈസ് ഡ്രൈവിംഗ് എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ in how much time person will cover a distance of 1620 കിലോമീറ്റർ. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, സ്പീഡ് തന്നിട്ടുണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ്. ഒരു കാറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ചോദ്യം എന്ത് കണ്ടുപിടിക്കാനാണ്, ടൈം കണ്ടുപിടിക്കാനാണ്, എത്ര സമയം എടുക്കും. ഓക്കെ, എന്താണ് ഡിസ്റ്റൻസ്, 1620 ആണ്. ഓക്കെ, അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റണം ആദ്യം, അല്ലേ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി. അപ്പോൾ ടൈമിൻ്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്, എന്തായിരുന്നു, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്, അല്ലേ, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇനി നമ്മൾ യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. നേരെ ഡിവൈഡ് ചെയ്താൽ പോരാ, യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ എന്താണ്, കിലോമീറ്റർ ആണ്, അല്ലേ, ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ്, സ്പീഡ് ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇനി യൂണിറ്റ് എന്നുള്ളത് ഹവറിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, യൂണിറ്റ് നമുക്ക് കിട്ടേണ്ട ടൈം ഹവറിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആ സ്പീഡ് ഉണ്ടല്ലോ 30 മീറ്റർ പെർ സെക്കൻഡ്, അതിനെന്താക്കി മാറ്റണം, കിലോമീറ്റർ പെർ ഹവറാക്കി മാറ്റണം. ഓക്കെ, കാരണം ഡിസ്റ്റൻസ് കിലോമീറ്ററിലുമാണ്, ടൈം ഓപ്ഷനിലുള്ളത് ഹവറിലുമാണ്. അപ്പോൾ ആ മീറ്റർ പെർ സെക്കൻഡിന് എന്താക്കി മാറ്റുകയാണ്, കിലോമീറ്റർ പെർ ഹവറാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, അതിനെന്ത് ചെയ്യണം, കിലോമീറ്റർ പെർ ഹവർ ആക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കിലോമീറ്റർ പെർ ഹവർ ആക്കണമെങ്കിൽ 18/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 18/5 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 6 എന്നായി. 6 ഇൻറ്റു 18 അതായത് 108 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി ടൈം കണ്ടുപിടിക്കാം. ടൈം എന്തായിരിക്കും, എത്ര ടൈം എടുക്കുക, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 1620 കിലോമീറ്റർ ഡിവൈഡർ ബൈ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ,
അപ്പോൾ ഇവിടെ കിലോമീറ്റർ ആണ്, ഇത് കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഹവറിലായിരിക്കും. ഓക്കെ, കിട്ടുന്ന ആൻസർ ഹവറിലായിരിക്കും. അപ്പോൾ നോക്കാം എന്താ അത് കട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിവൈഡ് ചെയ്യുമ്പോൾ 15 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, 15 ഹവർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? 15 ഹവർ. ഓക്കെ, 15 ഹവർ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അപ്പോൾ എന്താ ചെയ്തത്? ഡിസ്റ്റൻസ് എന്തുണ്ട്? സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് അതിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കി. കാരണം ഇവിടെ ഓപ്ഷൻ ഹവറിലാണ്, ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ്. ഓക്കെ, അപ്പോൾ 108 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടി. അപ്പോൾ ജസ്റ്റ് 1620/108 ആൻസർ 15 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 15 ഹവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫൈറ്റർ എയർക്രാഫ്റ്റ് റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 1440 കിലോമീറ്റർ പെർ ഹവർ. ഹൗ മെനി മീറ്റേഴ്സ് ഡസ് ഇറ്റ് കവർ ഇൻ 1 സെക്കൻഡ്? ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. എന്താണ് ചോദ്യം? ഒരു എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, അത് കിലോമീറ്റർ പെർ ഹവറിലാണ് തന്നിട്ടുള്ളത്. ചോദ്യം ഹൗ മെനി മീറ്റേഴ്സ് ഡസ് ഇറ്റ് കവേഴ്സ് ഇൻ 1 സെക്കൻഡ് അല്ലേ? ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ കവർ ചെയ്യുമെന്ന്. ഓക്കെ, 1 സെക്കൻഡിൽ എത്ര മീറ്റർ കവർ ചെയ്യുമെന്നാണ് ചോദ്യം. അതായത് യൂണിറ്റ് മാറ്റിയാൽ മതി അല്ലേ? കിലോമീറ്റർ പെർ ഹവർ നേരെ മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാൽ മതി. കിലോമീറ്റർ പെർ ഹവർ എന്താ ഉദ്ദേശിക്കുന്നത്? 1 ഹവറിൽ എത്ര കിലോമീറ്റർ, അതാണ് കിലോമീറ്റർ പെർ ഹവർ. ഇനി മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ എന്താ? 1 സെക്കൻഡിൽ എത്ര മീറ്റർ. ഓക്കെ, 1 സെക്കൻഡിൽ എത്ര മീറ്റർ എന്നാണ് മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അപ്പോൾ 1440 കിലോമീറ്റർ പെർ ഹവർ ആണ്. അതിനെന്താക്കി മാറ്റണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? 1440 ഇൻറ്റു എന്ത് ചെയ്യണം? 5/18 മീറ്റർ പെർ സെക്കൻഡ്. 5/18 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യുക. 18ഉം 144ഉം കട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 18 × 8 ആണ്. ഓക്കെ, 18 × 8 ആണ് 144. അപ്പോൾ 80 എന്നായി. 80 × 5 എന്ന് വരും. 8 ഉണ്ട്, ഒരു 0 ഉണ്ട്. 80 × 5 400 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. എന്താണ് ഇതിൻ്റെ മീനിങ്? 400 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 400 മീറ്റർ ഇൻ 1 സെക്കൻഡ് എന്നാണ്. ചോദ്യം തന്നെയല്ലേ? ഹൗ മെനി മീറ്റേഴ്സ് ഡസ് ഇറ്റ് കവർ ഇൻ 1 സെക്കൻഡ്? ആൻസർ എന്താ? 400. ഓക്കെ, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3. എ കാർ കവേഴ്സ് എ സെർട്ടൈൻ ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് 48 കിലോമീറ്റർ പെർ ഹവർ ഇൻ 14 ഹവേഴ്സ്. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് അറ്റ് ദ സ്പീഡ് ഓഫ് 84 കിലോമീറ്റർ പെർ ഹവർ? ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റിൻ്റെ മീനിങ് ശരിക്കും മനസ്സിലാക്കുക. എ കവർ കവേഴ്സ് എ സെർട്ടൈൻ ഡിസ്റ്റൻസ് ഓക്കെ അറ്റ് എ സ്പീഡ് ഓഫ് 48 കിലോമീറ്റർ പെർ ഹവർ ഇൻ 14 ഹവേഴ്സ്. അപ്പോൾ സ്പീഡ് 48 കിലോമീറ്റർ പെർ ഹവർ, ടൈം 14 ഹവേഴ്സ്. അപ്പോൾ ഒരു സെർട്ടൈൻ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. ഇനി ചോദ്യം എന്താണ്? ഹൗ മച്ച് ടൈം, എത്ര സമയം എടുക്കും ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്, നേരത്തെ സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അറ്റ് എ സ്പീഡ് ഓഫ് 84 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, അപ്പോൾ രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സെയിം ഡിസ്റ്റൻസ് ആണ് അല്ലേ? ആദ്യം ഒരു ഡിസ്റ്റൻസ്, ഇനി അടുത്തതും സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ D1 D2 എന്ന് എടുത്തു. അത് രണ്ട് ഈക്വൽ ആണ്. ഓക്കെ, D1ഉം D2 ഈക്വൽ ആണ്. D1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡിസ്റ്റൻസ്, D2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡിസ്റ്റൻസ്, രണ്ട് ഈക്വൽ ആണ്. ഇനി ആദ്യം ട്രാവൽ ചെയ്ത സ്പീഡ് S1 ആണെന്ന് ഇരിക്കട്ടെ, ആദ്യം ട്രാവൽ ചെയ്ത ടൈം T1 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ S1 × T1 അതാണല്ലോ സ്പീഡ് അല്ലേ? S × T സ്പീഡ് × ടൈം ആണ് ഡിസ്റ്റൻസ്. ഫസ്റ്റത്തെ എന്നുള്ള രീതിയിൽ S1 T1 എന്ന് കൊടുത്തു. ഇനി അപ്പോൾ D2 എന്തായിരിക്കും? രണ്ടാമത്തെ സ്പീഡ് S2 ആണെന്നിരിക്കട്ടെ, രണ്ടാമത്തെ ടൈം T2 ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ രണ്ട് ഈക്വൽ ആയിരിക്കും, കാരണം ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പോൾ സ്പീഡ് × ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ കിട്ടണം. ഓക്കെ, അപ്പോൾ ആദ്യം എത്രയായിരുന്നു സ്പീഡ്? 48. അപ്പോൾ S1ന് 48 എന്ന് കൊടുത്തു. എത്ര ഹവറാണ്? 14 ഹവറാണ്. യൂണിറ്റ് നോക്കണം കേട്ടോ. ഇവിടെ കിലോമീറ്റർ പെർ ഹവറാണ്, ഇവിടെ ഹവറാണ്, ഇനി ഇവിടെ കിലോമീറ്റർ പെർ ഹവറാണ്. അപ്പോൾ ഇനി അടുത്ത ടൈം ഹവറിലായിരിക്കും, അതൊന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇനി S2 എന്താണ്? S2 ഇവിടെ 84 ആണ് അല്ലേ? ഇൻറ്റു T2 കണ്ടുപിടിക്കണം, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കേസിലുള്ള ടൈമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യാം? വേണമെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്യാം. ഇതൊക്കെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 14 × 6 ആണ് 84. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 6 എന്ന് വരും. ഓക്കെ, ഇനി ആ 6ഉം 48ഉം കട്ട് ചെയ്ത് അവിടെ 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാതെ നമ്മൾ കട്ട് ചെയ്തിടാൻ ചെയ്തു. അതല്ലാതെ 48 × 14 ചെയ്യുക, എന്നിട്ട് 84 വെച്ച് ഡിവൈഡ് ചെയ്യുക, സമയം കുറേ എടുക്കും. മാക്സിമം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാൻസൽ ചെയ്ത് ചെയ്യുക, പെട്ടെന്ന് ആൻസർ കിട്ടണം. അപ്പോൾ T2 എന്ത് കിട്ടി? റൈറ്റ് സൈഡിലെല്ലാം ക്യാൻസലായി പോയി, ലെഫ്റ്റ് സൈഡിൽ ബാക്കിയുള്ളത് 8 എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? T2 8 ഹവർ ആയിരിക്കും, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. എ ബൈക്ക് കവേഴ്സ് എ സർട്ടൈൻ ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് 56 കിലോമീറ്റർ പെർ ഹവർ ഇൻ 16 ഹവേഴ്സ്.
ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് അറ്റ് ദ സ്പീഡ് ഓഫ് 64 km/h. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ അതേ സംഭവമാണ്, ഒരു മാറ്റമില്ല, ജസ്റ്റ് വാല്യൂസ് ഒന്ന് മാറ്റിയത് മാത്രം അല്ലേ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്താണ് ഈ രണ്ട് ക്വസ്റ്റ്യനും കഴിഞ്ഞ GDക്ക് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് എടുക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ എന്താ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേപോലെ തന്നെ അല്ലേ, D1 = D2 ആണ്. അപ്പോൾ S1 ഇതൊന്ന് പരീക്ഷയ്ക്ക് എഴുതണം കേട്ടോ, അതൊക്കെ മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. S1 × T1 = S2 × T2 ഡയറക്റ്റ് വാല്യൂ എഴുതാൻ പറ്റണം എക്സാമിന്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇത് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ എഴുതേണ്ടത്, 56 × 16 = 64 × T2 ഇവിടുന്ന് തുടങ്ങേണ്ടത്. ഓക്കെ, ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കുക, 16ഉം 64ഉം കട്ട് ചെയ്തു, അപ്പോൾ എന്ത് വരും 4 എന്നായി. ഓക്കെ, എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുക വെച്ചാൽ അങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വന്നു, ഇനി 4 ഉണ്ട്, 4ഉം 56ഓട് കട്ട് ചെയ്തു, അപ്പോൾ ഇവിടെ 40 എന്ന് വരും. ഓക്കെ, 40 എന്നായി. അപ്പോൾ ഇനി എന്താ T2 എന്ന് മാത്രമാണ് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലുള്ളത് 14 മാത്രമാണ്. അപ്പോൾ ആൻസറായി 14 ഹവർ. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ചോദ്യം ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ എന്താണ് ചോദ്യം എന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, 14 ഹവർ ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അത്ലറ്റ് ക്രോസസ് എ ഡിസ്റ്റൻസ് ഓഫ് 900 meter in 10 minutes. വാട്ട് ഈസ് ഹിസ് സ്പീഡ് ഇൻ km/h? അപ്പോൾ ഒരു അത്ലറ്റ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ക്രോസ് ചെയ്യുമ്പോൾ എത്രയാണ്, 900 meter in 10 minutes. അപ്പോൾ km/h എന്താണ് സ്പീഡ് എന്നാണ്. അപ്പോൾ km/h മാറ്റണം. ഓക്കെ, അപ്പോൾ സാധാരണ നമുക്ക് m/s km/h ആക്കാൻ വേണ്ടിയിട്ട് 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ മിനിറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ, അതായത് ഇവിടെ എന്താണ് 900 meter by 10 minutes ഇതാണ് സ്പീഡ് അല്ലേ. ഡിസ്റ്റൻസ് 900 meter, ടൈം 10 minutes, അപ്പോൾ സ്പീഡ് തന്നിട്ടുണ്ട് 900 meter by 10 minutes. അപ്പോൾ അതിനെ m/s ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ആദ്യം ഇതിനെ m/s ആക്കണം. അപ്പോൾ 900 meter എന്നിരിക്കട്ടെ ബൈ 10 minutes എന്താണ് 10 × 60 സെക്കൻഡ് അല്ലേ. 1 minute എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പോൾ 10 minutes എന്ന് പറഞ്ഞാൽ 10 × 60, അതായത് 600 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, 9ഉം 6ഉം കട്ട് ചെയ്തു, 3/2 എന്ന് കിട്ടി. അതായത് 3/2 m/s എന്ന് കിട്ടി. ഓക്കെ, 3/2 m/s എന്ന് കിട്ടിയിട്ടുണ്ട്. സ്പീഡ് എന്താണ് 3/2 m/s. ഇനി എന്താക്കി മാറ്റണം, അതിനെ km/h ആക്കി മാറ്റണം. അപ്പോൾ 3/2 m/s കിലോമീറ്റർ ആക്കണമെങ്കിൽ 3/2 km/h ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, 3/2 × 18/5 ചെയ്യണം. ഓക്കെ, 3/2 × 18/5. ഓക്കെ, അപ്പോൾ എന്താ വരിക, 3 × 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 ആണ്, ബൈ 2 × 5 10 ആയി. ഓക്കെ, അപ്പോൾ 5.4 km/h എന്ന് കിട്ടും. അപ്പോൾ ഈ തന്നതിന് എന്താക്കി, ആദ്യം m/s ആക്കി, എന്നിട്ട് അതിനെ 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ km/h കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ എ 5.4 km/h. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മിനിറ്റ്സ് ഡസ് ശ്യാം ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 500 meter ഇഫ് ഹി റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h? ഓക്കെ, അപ്പോൾ ഹൗ മെനി മിനിറ്റ്സ് ഡസ് ശ്യാം ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 500 meter? 500 meter ട്രാവൽ ചെയ്യണമെങ്കിൽ ശ്യാമിന് എത്ര മിനിറ്റ്സ് എടുക്കുന്നതാണ് ചോദ്യം. എന്താണ് സ്പീഡ്, 30 km/h ആണ്. അപ്പോൾ യൂണിറ്റിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അല്ലേ, അവിടെ 500 meter എന്നാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, 500 meter എന്നല്ലേ, അപ്പോൾ അതിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ ഈ 500 meter എങ്ങനെ കിലോമീറ്റർ ആക്കാം, 500 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡർ ബൈ 1000 ചെയ്താൽ മതി. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ ഡിവൈഡർ ബൈ 1000 ചെയ്യേണ്ടത്. കിലോമീറ്ററിന് മീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ചെയ്യണം. മീറ്ററിന് കിലോമീറ്റർ ആക്കാൻ ഡിവൈഡർ ബൈ 1000 ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, 1/2 എന്ന് കിട്ടും അല്ലേ, അതായത് 0.5 കിലോമീറ്റർ. അപ്പോൾ 500 meter എന്ന് പറഞ്ഞാൽ എന്താ, 0.5 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ടൈം ആയതുകൊണ്ട് T = ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ഇവിടെ കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 0.5 കിലോമീറ്റർ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് കിലോമീറ്റർ ആക്കാൻ കാരണം, ഇവിടെ തന്നിട്ടുള്ള സ്പീഡ് 30 km/h എന്നൊക്കെയാണ്. അപ്പോൾ ഇനി സ്പീഡ് എന്താ എഴുതി, 30 km/h എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്തായി, 0.5/30 എന്നല്ലേ, അപ്പോൾ അതിനെ 5/300 എന്ന് എഴുതാം. എന്താണ്, ആ ഡെസിമൽ കളയാൻ വേണ്ടിയിട്ട് മുകളിൽ 0.5നെ ഇൻറ്റു 10 ചെയ്തു, അപ്പോൾ അടിയിലും ചെയ്യണം. മുകളിൽ ഇൻറ്റു 10 ചെയ്താൽ അടിയിലും ചെയ്യണം. അപ്പോൾ 5/300 എന്നായി. ഓക്കെ, അതായത് 1/60 എന്ന് കിട്ടും. കട്ട് ചെയ്യുമ്പോൾ 1/60 എന്ന് കിട്ടും. 5ഉം 300ഉം കട്ട് ചെയ്താൽ 1/60 ആണ്. ഓക്കെ, 1/60 ഹവർ എന്നായിരിക്കും കിട്ടുക. എങ്ങനെ ഈ ഹവർ ആവണത്,
ശ്രദ്ധിക്കുക എങ്ങനെയാണ് അവർ ആവണത്. ഇവിടെ കിലോമീറ്ററാണ് മുകളിൽ, അടിയിൽ കിലോമീറ്റർ പെർ ഹവറാണ്. അപ്പോൾ കിലോമീറ്ററും കട്ടായി പോകും. ആ ഹവർ എന്ത് ചെയ്യും, തിരിഞ്ഞ് മുകളിലോട്ട് പോകും അല്ലേ. തിരിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ 1/60 ഹവർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/60 ഹവർ. ചോദ്യം ശ്രദ്ധിക്കണം, ഓപ്ഷനിൽ നോക്കിയാൽ 1/60 കാണില്ല. എന്തുകൊണ്ടാണ്? തന്നിട്ടുള്ളത് മിനിറ്റ്സിലാണ്. എത്ര മിനിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷനിലുള്ളത് മിനിറ്റ്സ് ആയിരിക്കും. അപ്പോൾ 1/60 ഹവർ. ഈ ഹവറിനെ എങ്ങനെ മിനിറ്റ് ആക്കുക? ഹവറിനെ മിനിറ്റ് ആക്കാൻ ×60 ചെയ്താൽ മതി അല്ലേ. 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ ഹവറിനെ ×60 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മിനിറ്റ് കിട്ടും. അപ്പോൾ 1/60 ഹവറിനെ ×60 ചെയ്തു. അപ്പോൾ എത്ര മിനിറ്റാണ് എന്നുള്ളത് കിട്ടും. എത്രയാണ്? 16 കട്ടായി പോയി 1 മിനിറ്റ് എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഏതാ ആൻസർ? ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ ക്യാൻ കവർ എ ഡിസ്റ്റൻസ് ഓഫ് 420 കിലോമീറ്റർ ഇൻ 7 ഹവേഴ്സ്. ഹൗ മച്ച് സ്പീഡ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു കവർ ദ ഡിസ്റ്റൻസ് ഇൻ 6 ഹവേഴ്സ്? ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? എ കാർ ക്യാൻ കവർ എ ഡിസ്റ്റൻസ് ഓഫ് 420 കിലോമീറ്റർ ഇൻ 7 ഹവർ. അപ്പോൾ എന്താ സ്പീഡ്? 420 കിലോമീറ്റർ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്തു. അപ്പോൾ സ്പീഡ് കിട്ടും എത്രയാണ്? 60 എന്ന് കിട്ടി. 60 കിലോമീറ്റർ പെർ ഹവർ ആണ് സ്പീഡ്. ഓക്കെ, ഇനി ഹൗ മച്ച് സ്പീഡ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു കവർ ദ ഡിസ്റ്റൻസ് ഇൻ 6 ഹവേഴ്സ്. അപ്പോൾ 6 ഹവറിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും സ്പീഡ്? 420 തന്നെയാണ്, സെയിം ഡിസ്റ്റൻസ് ആണ്. 420 ആണ് കിലോമീറ്റർ ബൈ 6 ഹവേഴ്സിൽ. അപ്പോൾ ഡിവൈഡർ ബൈ 6 ചെയ്തു, 70 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ആദ്യം എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്? 60 കിലോമീറ്റർ പെർ ഹവറിൽ. പുതിയ സ്പീഡ് എന്താണ്? 70 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ സ്പീഡ് എത്ര ഇൻക്രീസ് ചെയ്തത്? 10 കിലോമീറ്റർ പെർ ഹവർ അല്ലേ. ചോദ്യം എന്തായിരുന്നു? ഹൗ മച്ച് സ്പീഡ് ഷുഡ് ബി ഇൻക്രീസ്ഡ്. എത്ര സ്പീഡ് ഇൻക്രീസ് ചെയ്യണം? ആദ്യം 7 ഹവറിൽ ട്രാവൽ ചെയ്തത് ഇപ്പോൾ 6 ഹവറിൽ ട്രാവൽ ചെയ്യണം. അതിന് എത്ര സ്പീഡ് ഇൻക്രീസ് ചെയ്യണം? എത്ര ഇൻക്രീസ് ചെയ്യേണ്ടത്? 10 കിലോമീറ്റർ പെർ ഹവർ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അത്ലറ്റ് റൺസ് ആൻ 800 മീറ്റർ റേസ് ഇൻ 96 seconds. ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ ഹവർ ഈസ്. ഓക്കെ, അപ്പോൾ ഒരു അത്ലറ്റ് റൺ ചെയ്തു 800 മീറ്റർ ആണ് ഈ 96 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ അയാളെ സ്പീഡ് കിലോമീറ്റർ പെർ ഹവറിൽ എന്താണ്? ഓക്കെ, അപ്പോൾ സ്പീഡ് എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അതായത് 800/96 ആണ് സ്പീഡ്. ഓക്കെ, ഇതെന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. കാരണം ഇവിടെ മീറ്ററും ഇവിടെ സെക്കൻഡും ആണ് അല്ലേ. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് കിലോമീറ്റർ പെർ ഹവറിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 800/96 മീറ്റർ പെർ സെക്കൻഡിനെ 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കറസ്പോണ്ടിങ് കിലോമീറ്റർ പെർ ഹവർ കിട്ടും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാതെ ക്യാൻസൽ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും വരിക? എങ്ങനെ ക്യാൻസൽ ചെയ്യാം? 5ഉം 800ഉം കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 160 എന്നാണ് വരിക. ഓക്കെ, 5ഉം 800 കട്ട് ചെയ്താൽ 160 എന്ന് കിട്ടും. ഇനി ഈ 96 എന്താണ്? 16 × 6 ആണ്. അപ്പോൾ ഇവിടെ 6 എന്നാവും, ഇവിടെ 10 ആവും. ഓക്കെ, അപ്പോൾ 10ഉം 6 ആവും. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്യണമെന്നില്ല. അതായത് മൾട്ടിപ്ലൈ ചെയ്യാതെ ക്യാൻസൽ ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ 6ഉം അതുപോലെ തന്നെ 18ഉം കട്ട് ചെയ്ത് ഇവിടെ 3 എന്ന് വന്നു. അപ്പോൾ എന്താ ബാക്കിയുള്ളത്? ഒരു 10 × 3, ബാക്കിയെല്ലാം പോയി അല്ലേ. 10 × 3 എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 30 കിലോമീറ്റർ പെർ ഹവർ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ വാക്സ് അറ്റ് എ സ്പീഡ് ഓഫ് 8 കിലോമീറ്റർ പെർ ഹവർ. ആഫ്റ്റർ എവറി കിലോമീറ്റർ ഹി ടേക്സ് എ റെസ്റ്റ് ഫോർ 4 minutes. ഹൗ മച്ച് ടൈം വിൽ ഹി ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 6 കിലോമീറ്റർ? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എ മാൻ വാക്സ് അറ്റ് എ സ്പീഡ് ഓഫ് 8 കിലോമീറ്റർ പെർ ഹവർ. ഒരാൾ നടക്കുന്ന സ്പീഡ് എന്താണ്? 8 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇനി ഓരോ കിലോമീറ്റർ കഴിഞ്ഞാലും അയാൾ എന്ത് ചെയ്യും? 4 മിനിറ്റ് റെസ്റ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ, കവർ ചെയ്യാൻ അയാൾക്ക് എത്ര ടൈം എടുക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ റെസ്റ്റ് ഒന്നും ഇല്ല എന്ന് കരുതുക. റെസ്റ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും ടൈം? എത്ര ടൈം വേണ്ടി വരും? 6 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. എത്രയാണ് സ്പീഡ്? 8 കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പോൾ 6/8, അതായത് 3/4 ഹവർ എടുക്കും അല്ലേ. 3/4 ഹവർ എടുക്കും. ഇപ്പോൾ റെസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ. ഓക്കെ, 3/4 ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 × 60 എന്ന് വരും. ഇത്ര മിനിറ്റ് ആയിരിക്കും അല്ലേ. ഓപ്ഷൻ മിനിറ്റിലാണ്, അതുകൊണ്ട് മിനിറ്റിലോട്ട് മാറ്റേണ്ടത്. 3/4 × 60 എത്രയാണ്? കട്ട് ചെയ്യുമ്പോൾ 15, 45 മിനിറ്റ് എടുക്കും. ക്ലിയർ ആണല്ലോ. അതിപ്പോൾ റെസ്റ്റ് ചെയ്യാത്ത കേസിലാട്ടോ. അപ്പോൾ റെസ്റ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ ആൻസർ എന്താണ്? 45 മിനിറ്റാണ്. ഇനി അവിടെ കുറച്ച് റെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ എത്ര തവണ റെസ്റ്റ് എടുക്കും? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ തെറ്റാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് എത്ര സമയം വരെ റെസ്റ്റ് എടുക്കുന്നുള്ളത്. അയാൾ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യണത്. അപ്പോൾ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 4 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ അയാൾ എവിടെയൊക്കെ റെസ്റ്റ് എടുക്കും? അപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എ എന്നുള്ള ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു,
ബിയിലെത്തണം എന്ന് കരുതുക. അതാണ് 6 കിലോമീറ്റർ. ഓക്കെ, ഇതാണ് 6 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ അയാൾ എവിടെ റെസ്റ്റ് എടുക്കുക? ഇവിടെ എത്തുമ്പോൾ റെസ്റ്റ് എടുക്കും അല്ലേ? ഈ ഒരു പോയിന്റിൽ അയാൾ റെസ്റ്റ് എടുക്കും 4 മിനിറ്റ്. ഇനി അടുത്ത കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 4 മിനിറ്റ് റെസ്റ്റ് എടുത്തു, വീണ്ടും 4 മിനിറ്റ് റെസ്റ്റ് എടുത്തു, വീണ്ടും 4 മിനിറ്റ് റെസ്റ്റ് എടുത്തു, വീണ്ടും 4 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ഇനി അടുത്ത ഈ പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പോയിന്റിൽ അയാൾ റെസ്റ്റ് എടുത്താലും എടുത്തില്ലെങ്കിലും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമുക്ക് എൻ പോയിന്റിലെത്തി, അയാൾ ആ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെ അയാൾ റെസ്റ്റ് എടുക്കാതിരിക്കുക എന്ത് ചെയ്താലും നോ മാറ്റർ, അത് ഡിപ്പെൻഡ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ അയാൾ 6 തവണ റെസ്റ്റ് എടുക്കണില്ല, 5 തവണ റെസ്റ്റ് എടുക്കുള്ളൂ. മനസ്സിലാവണം. അവസാനത്തെ ആ പോയിന്റിൽ അവസാനത്തെ 1 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എവിടെ എത്തി? ആ എൻഡിലെത്തി, 6 കിലോമീറ്റർ ആയി. പിന്നെ റെസ്റ്റ് എടുത്തോ ഇല്ല എന്നുള്ളത് നമുക്ക് വിഷയമല്ല. കാരണം നമുക്ക് ആ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ അയാൾ 5 തവണ റെസ്റ്റ് എടുക്കുള്ളൂ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് അവസാനത്തെ 4 ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് ആഡ് ചെയ്യാതിരുന്നാൽ മതി, അപ്പോൾ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ 5 തവണ അയാൾ റെസ്റ്റ് എടുത്തു. ഓക്കെ, ഓരോ തവണയും 4 മിനിറ്റാണ്. അപ്പോൾ 5 × 4 20 മിനിറ്റ് അയാൾ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ടൈം എടുത്തു അയാൾ അവിടെ എത്താൻ? 45 മിനിറ്റും പ്ലസ് 20 മിനിറ്റും. അപ്പോൾ ടോട്ടൽ എത്രയായി? 45 + 20 65 മിനിറ്റ് എടുത്തു അയാൾ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 42 കിലോമീറ്റർ ഇൻ 5 hours. He travelled partly on foot at the rate of 6 km/h and partly on bicycle at the rate of 10 km/h. The distance travelled on foot is. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ മാൻ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 42 കിലോമീറ്റർ ആണ് ടോട്ടൽ ട്രാവൽ ചെയ്തത്. അതിനെടുത്ത സമയം എത്രയാണ്? 5 hours ആണ്. ഓക്കെ, ഈ ട്രാവൽഡ് പാർട്ട്ലി ഓൺ ഫുട്ട് at a rate of 6 km/h and partly on bicycle at the rate of 10 km/h. അപ്പോൾ ഈ 42 കിലോമീറ്റർ 5 hours ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? കുറച്ച് അയാൾ ഫൂട്ടിലാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കുറച്ച് ബൈസൈക്കിളിലാണ്. ഫൂട്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 km/h ആണ്, ബൈസൈക്കിളിലാണെങ്കിൽ 10 km/h ആണ് സ്പീഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാൾ ഫൂട്ടിൽ എത്ര ട്രാവൽ ചെയ്തു? ടോട്ടൽ ട്രാവൽ എത്രയെന്ന് അറിയാം, ഫൂട്ടിൽ മാത്രം എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? അപ്പോൾ അയാൾ ഫൂട്ടിൽ കുറച്ച് ട്രാവൽ ചെയ്തു അല്ലേ, ഫൂട്ടിൽ കുറച്ച് ട്രാവൽ ചെയ്തു, പ്ലസ് അയാൾ ബൈസൈക്കിളിൽ കുറച്ച് ട്രാവൽ ചെയ്തു. മനസ്സിലാൻ വേണ്ടി എഴുതട്ടോ അതൊക്കെ. ഫൂട്ടിൽ കുറച്ച് ട്രാവൽ ചെയ്തു, അതാണ് DF, ഫൂട്ടിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. DB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസൈക്കിളിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 42 അല്ലേ കിട്ടുക, ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും അല്ലേ. ടോട്ടൽ അയാൾ 42 ആണ്, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി ഡിസ്റ്റൻസ് അങ്ങനെ കണ്ടുപിടിക്കുക, സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഫൂട്ടിലെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. ഇനി ഫൂട്ടിൽ മാത്രം എത്ര സമയമാണെന്ന് അറിയില്ല, ടോട്ടലാണ് ഈ 5 hours, ഫൂട്ടിൽ മാത്രം എത്ര സമയമാണെന്ന് അറിയില്ല, അത് എക്സ് എടുത്തു. ഓക്കെ, അപ്പോൾ 6 × x പ്ലസ് ഇനി DB എന്തായിരിക്കും? DB എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓൺ ബൈസൈക്കിൾ, അത് എത്രയെന്ന് അറിയില്ല. അപ്പോൾ സ്പീഡ് ഓഫ് ബൈസൈക്കിൾ എഴുതി 10. ഓക്കെ, ഇൻറ്റു എന്തെഴുതണം? എത്ര ടൈം എടുത്തു, ബൈസൈക്കിൾ എത്ര സമയം എടുത്തു. ടോട്ടൽ 5 ആണ്, ടോട്ടൽ 5 ആണ്. അപ്പോൾ അതിലെ എക്സ് ഹവർ എടുത്തത് ടോട്ടൽ 5 hours ആണ്, അതിലെ x hour ഫൂട്ടിലാണ്. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? 5 - x അല്ലേ. ഓക്കെ, അപ്പോൾ 5 എടുത്തിട്ട് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 5 - 2 ആയിരിക്കും. അതുപോലെ തന്നെ ഓക്കെ, എന്ന് x ആണെങ്കിൽ അടുത്തത് 5 - x ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റു 5 - x hour എടുത്തു. ഓക്കെ, അപ്പോൾ സ്പീഡ് ടൈം അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടും =42. ഇത് ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 6x + 10 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 50 - 10x എന്നാവും. ഓക്കെ, =42. അപ്പോൾ എന്ത് വന്നു? -4x = ഓക്കെ, -4x = 42. ആ 50 അപ്പുറത്തോട്ട് പോയി, -50. അപ്പോൾ -4x = -8 എന്ന് വന്നു. x = എന്ത് വരും? -8/-4 2 എന്ന് കിട്ടി. ഓക്കെ, x 2 എന്ന് കിട്ടിയിട്ടുണ്ട്. എന്താ അതിൻ്റെ മീനിങ്? ഫൂട്ടിൽ ട്രാവൽ ചെയ്തത് x ആയിരുന്നു അല്ലേ, ഫൂട്ടിൽ ട്രാവൽ ചെയ്താണ് x. അത് എത്രയാണ്? ഫൂട്ടിൽ ട്രാവൽ ചെയ്തത് 2 hours ആണ്. ഓക്കെ, ഫൂട്ടിൽ ട്രാവൽ ചെയ്തത് 2 hours ആണ്. അപ്പോൾ ഫൂട്ടിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? DF ആയിരുന്നില്ലേ, അതെന്താണ്? 6 × x ആയിരുന്നു. അപ്പോൾ 6 × x സ്ഥാനത്ത് 2 കൊടുക്കുക, 12 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 42 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൽ 12 കിലോമീറ്റർ ഫൂട്ടിലും ബാക്കി എത്ര ഉണ്ടാവും? 30 ഉണ്ടാവും. 30 കിലോമീറ്റർ ബൈസൈക്കിളിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ 12 കിലോമീറ്റർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ കവേർഡ് 150 കിലോമീറ്റർ ഇൻ 5 hours. ഇഫ് ഇറ്റ് ട്രാവൽസ് അറ്റ് 1/3 ഇറ്റ്സ് യൂഷ്വൽ സ്പീഡ്, then how much more time will it take to cover the same distance? Okay,
അപ്പോൾ എ കാർ കവേർഡ് 150 കിലോമീറ്റർ ഇൻ 5 hours എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതിൻ്റെ സ്പീഡ് എന്തായി 1/3 ആയി. അപ്പോൾ ആദ്യം സ്പീഡ് കണ്ടുപിടിക്കുക. എന്തായിരുന്നു കാറിൻ്റെ സ്പീഡ്? എത്രയാണ് കാറിൻ്റെ സ്പീഡ്? 150 കിലോമീറ്റർ ബൈ 5 hour. അപ്പോൾ 150 ബൈ 5 ചെയ്താൽ മതി. എത്ര കിട്ടും? 30 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇതായിരുന്നു സ്പീഡ്, 30 കിലോമീറ്റർ പെർ അവർ. ഇനി കാറിൻ്റെ സ്പീഡ് എന്തായി മാറി? 1/3 ആയി. ഇതാണ് യൂഷ്വൽ സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ. ഇനി ആ സ്പീഡിൻ്റെ 1/3 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഈ സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുക്കും? അപ്പോൾ സ്പീഡ് 1/3 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്പീഡ് എന്താണ്? ഇപ്പോൾ നിലവിലുള്ളത് 30, അതിൻ്റെ 1/3 ആയി. അപ്പോൾ ഇൻറ്റു 1/3 ചെയ്തു 10 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് പുതിയ സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇനി ഈ സ്പീഡാണെങ്കിൽ എത്ര സമയം എടുക്കും? ഡിസ്റ്റൻസ് 150 ആണ് അല്ലേ? സെയിം ഡിസ്റ്റൻസിൻ്റെ കാര്യം തന്നെ പറഞ്ഞുള്ളത്. ഡിസ്റ്റൻസ് 150 ബൈ സ്പീഡാണ് 10 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 15 hour എന്ന് കിട്ടി. 15 hour. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ചോദ്യം എന്താണ്? ഹൗ മച്ച് മോർ ടൈം വിൽ ഇറ്റ് ടേക്ക് എന്നാണ് അല്ലേ? എത്ര കൂടുതൽ സമയം എടുക്കും? അപ്പോൾ ആദ്യം 5 hour എടുത്തിരുന്നുള്ളൂ. ഇപ്പോൾ എടുക്കുന്നത് എന്താണ്? 15 hour ആണ്. അപ്പോൾ എത്ര കൂടുതലെടുത്തു? 10 hour കൂടുതലെടുത്തു. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 10 hours എന്നായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു, അതിൻ്റെ 1/3 ആയി. അപ്പോൾ 10 കിലോമീറ്റർ പെർ അവർ ആയി. അപ്പോൾ 10 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ 150 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 15 hour എടുക്കും. അപ്പോൾ എത്ര സമയം കൂടുതലെടുത്തു? 5 hour ഉള്ളത് 15 hour ആയി. അപ്പോൾ 10 hour കൂടുതലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ബി 10 hours ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബസ് കവേഴ്സ് എ 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇൻ 1 hour 15 minutes. Whereas the same distance is covered by a car in 45 minutes. What is the ratio of speed of the bus to the speed of the car? ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ എന്താണ് സ്പീഡിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. ആദ്യത്തെ സ്പീഡ് S1 ആണെന്നിരിക്കട്ടെ, അടുത്തത് S2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ബസ്സിൻ്റെ കേസിൽ അതാണ് 1, 50 കിലോമീറ്റർ. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, അതറിയണം. ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ്. അപ്പോൾ 50 കിലോമീറ്റർ ഓക്കെ ഡിവൈഡർ ബൈ ടൈം എത്രയാണ്? 1 hour 15 minute ആണ്. അത് ജസ്റ്റ് മിനിറ്റിലോട്ട് ആക്കുന്നുണ്ട്. ഓക്കെ, റേഷ്യോ എടുക്കണം. അപ്പോൾ എല്ലാം ക്യാൻസലായി പോകും. ഓക്കെ, 1 hour 15 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റും പിന്നെ ഒരു 50 മിനിറ്റും, അതായത് 75 മിനിറ്റ് ഉണ്ടാവും ടോട്ടൽ. ഇനി S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ? സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ 50 തന്നെ എടുത്തു, 50 കിലോമീറ്റർ. ഓക്കെ, 50 കിലോമീറ്റർ ഡിവൈഡർ ബൈ എത്ര മിനിറ്റാണ്? 45 മിനിറ്റാണ്. 45 മിനിറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യുക. ഈ 50 കിലോമീറ്റർ ക്യാൻസലായി പോയി. ഇനി മിനിറ്റാണ് രണ്ടിടത്തും ക്യാൻസലായി പോയി. ഇത് 15 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ എത്ര വരിക? ഇവിടെ 5 എന്ന് വരും, ഇവിടെ 3 എന്ന് വരും. ഓക്കെ, 15 × 5 ആണ്, 15 × 3 ആണ്. അപ്പോൾ എന്താ ഇപ്പോൾ ഉള്ളത്? S1ൻ്റെ അവിടെ 1/5, S2ൻ്റെ അവിടെയോ 1/3. ഓക്കെ, അപ്പോൾ 1/5 1/3 എന്നുണ്ട്. ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ റേഷ്യോ നമ്മൾ ചെയ്തിരുന്നത്? നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ 1 × 3, 3:5 × 1, 5. അപ്പോൾ 3:5 ആയിരിക്കും റേഷ്യോ. ഓക്കെ, 3:5 ആയിരിക്കും റേഷ്യോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് സ്പീഡിൻ്റെ റേഷ്യോ കണ്ടെത്തുക, വേറെ ഒന്നുമില്ല. 3:5 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രെയിൻ വിത്ത് ദ ആവറേജ് സ്പീഡ് ഓഫ് 54 കിലോമീറ്റർ പെർ അവർ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഇൻ 200 minutes. To reduce this time to 90 minutes, at what speed kilometer per hour the train should run? Okay, a train with the average speed of 54 kilometer per hour covers a distance in 200 minutes എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ്? സ്പീഡ് എന്തിട്ടുണ്ട്, ടൈം എന്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യണം. അതായത് 54 കിലോമീറ്റർ പെർ ഹവർ ആണ്. കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് 200 മിനിറ്റ്സിന് എന്താക്കുന്നുണ്ട്? ഹവർ ആക്കുന്നുണ്ട്. അപ്പോൾ 200/60. ഓക്കെ, ഇത് സ്പീഡ്, ഇത് ടൈം. ഓക്കെ, സ്പീഡ് കിലോമീറ്റർ പെർ അവർ ആണ്, ടൈമിന് എന്താക്കി മാറ്റി? ഹവറിലോട്ടാക്കി മാറ്റി. അതിന് വേണ്ടിയിട്ടാണ് 60 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തത് 200നെ. ഓക്കെ, അപ്പോൾ 0 കട്ടായി പോയി. 6ഉം 54ഉം കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ 9 എന്ന് വരും. അപ്പോൾ 9 × 20 180 എന്ന് കിട്ടി. ഓക്കെ, 9 × 20 180 കിലോമീറ്റർ എന്ന് കിട്ടി. ഇത് കിലോമീറ്റർ പെർ ഹവർ, മറ്റേ ടൈം ഹവറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഹവറിലായിരിക്കും 180 കിലോമീറ്റർ. ഇനി ചോദ്യം എന്താണ്? ടു റെഡ്യൂസ് ദിസ് ടൈം ടു 90 minutes. ഈ ടൈം എന്താക്കി മാറ്റണം? 90 minutes ആക്കി മാറ്റണം. അപ്പോൾ ആദ്യം 200 minutes ആയിരുന്നു ടൈം എടുത്തിരുന്നത്. അത് 90 minutes ആക്കണമെങ്കിൽ അറ്റ് വാട്ട് സ്പീഡ് ദ ട്രെയിൻ ഷുഡ് റൺ? ട്രെയിനിൻ്റെ സ്പീഡ് എന്തായിരിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് 180 കിലോമീറ്റർ. അപ്പോൾ ചോദ്യം എന്ത് കണ്ടുപിടിക്കാനാണ്? സ്പീഡല്ലേ, സ്പീഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കിലോമീറ്റർ 180 ആണ്, ബൈ എത്ര സമയത്തായിരിക്കണം? 90 minutes ആയിരിക്കണം. അപ്പോൾ 90 minutes.
ഓക്കെ, അപ്പോൾ 180 കിലോമീറ്റർ ആണ്, അടിയുള്ളത് 90 മിനിറ്റാണ്. അപ്പോൾ ആ മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ വേണ്ടി, മിനിറ്റിനെ ഹവർ ആക്കാൻ വേണ്ടിയിട്ട് ബൈ 60 ചെയ്തു. ഓക്കെ, അപ്പോൾ എത്ര ഹവറാന്നുള്ളത് കിട്ടും. ടു റെഡ്യൂസ് ദിസ് ടൈം ടു 90 മിനിറ്റ്സ് അറ്റ് വാട്ട് സ്പീഡ് കിലോമീറ്റർ പെർ ഹവർ ദ ട്രെയിൻ ഷുഡ് റണ്ണ്. ഓക്കെ, ഇത് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കണം ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, ഡിസ്റ്റൻസ് 180 കിലോമീറ്റർ, അടിയുള്ളത് എന്താണ്, ടൈം അല്ലേ, 90 മിനിറ്റാണ്. അതിനെ ഹവർ ആക്കാൻ വേണ്ടിയിട്ട് 90/60 ചെയ്തു, 90/60 ഹവർ. അപ്പോൾ എന്ത് ചെയ്യുക, 180 × 60, ആ 60 തിരിഞ്ഞ് മുകളിലോട്ട് വരും അല്ലേ, ബൈ 90 എന്നായി. 90യും 180യും കട്ട് ചെയ്യാൻ 2 എന്ന് വരും. 2 × 60 120 കിലോമീറ്റർ പെർ ഹവർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ആദ്യം തന്ന ഡാറ്റ വെച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടെത്തി. ഇനി ആ ഡിസ്റ്റൻസ് 90 മിനിറ്റിൽ ട്രാവൽ ചെയ്യണം, അതിന് എന്തായിരിക്കണം സ്പീഡ് എന്നാണ്. അപ്പോൾ 180 ആണ് ഡിസ്റ്റൻസ്, ബൈ 90 മിനിറ്റ്സ് ഉള്ളത് 90/60 ഹവർ ആക്കി ഡിവൈഡ് ചെയ്തപ്പോൾ 120 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടി. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ട്രാവൽസ് 3/4 ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ഹിസ് ജേർണി ബൈ ബസ്, 1/6 by rickshaw and 2 kilometers on foot. The total distance travelled by the man is. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും. 3/4 എങ്ങനെ ട്രാവൽ ചെയ്തു ബസ്സിൽ അല്ലേ, 1/4 ഡിസ്റ്റൻസ്, 1/6 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് റിക്ഷോയിൽ. ഇനി ബാക്കിയുള്ള 2 കിലോമീറ്റർ എന്താണ്, ഫോട്ടിലുമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ടോട്ടൽ ഡിസ്റ്റൻസ് ഉള്ളത് ഈ 4ൻ്റെയും 6ൻ്റെയും LCM എടുക്കുക. 4ൻ്റെയും 6ൻ്റെയും LCM എന്താണ്, 12 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 12 ആണെന്നിരിക്കട്ടെ, ടോട്ടൽ ഡിസ്റ്റൻസ് 12 ആണ് ആ മാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ 12ൻ്റെ 3/4 എങ്ങനെ ട്രാവൽ ചെയ്തു, 12ൻ്റെ 3/4 ട്രാവൽ ചെയ്തത് ബസ്സിലാണ്. അപ്പോൾ 12ൻ്റെ 3/4 എന്ന് പറഞ്ഞാൽ 12 × 3/4 9 എന്ന് കിട്ടും അല്ലേ. 12ൻ്റെ 3/4 എന്ന് പറഞ്ഞാൽ 9 ആണ്, 9 യൂണിറ്റ്. ടോട്ടൽ 12 യൂണിറ്റ് ആണ്. അപ്പോൾ ബസ്സിൽ പോയത് 9 യൂണിറ്റ്. ഇനി റിക്ഷോയിൽ പോയത് എന്തായിരിക്കും, ഈ 12ൻ്റെ 1/6 ആയിരിക്കും. അപ്പോൾ 12 × 1/6 2 യൂണിറ്റ് ആണ്. ഓക്കെ, റിക്ഷോയിൽ പോയത് 2 യൂണിറ്റ് ആണ്. ഇനി ബാക്കി എത്രയുള്ളത്, 9ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 11 ആയി. അപ്പോൾ ഇനി 12 ആവാൻ ബാക്കി 1 യൂണിറ്റ് ഉള്ളത്. അപ്പോൾ ആ 1 യൂണിറ്റ് എന്തിലായിരിക്കും, 1 യൂണിറ്റ് ബാക്കി ഫൂട്ടിലായിരിക്കും അല്ലേ. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ഫൂട്ടിൽ 2 കിലോമീറ്റർ നിന്നിട്ടുണ്ട്. അതായത് ഈ 1 യൂണിറ്റ് ഉണ്ടല്ലോ, ആ 1 യൂണിറ്റ് എന്താണ്, 2 കിലോമീറ്റർ ആണ്. ചോദ്യം ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, അതെത്രയാണ്, 12 യൂണിറ്റ് ആണ്. അപ്പോൾ 12 എത്രയാണ്, 12 × 2, 1 2 ആണെങ്കിൽ 12 എന്താ, 12 × 2 24 കിലോമീറ്റർ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 24 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ കവേഴ്സ് 2/15 ഓഫ് ദ ടോട്ടൽ ജേർണി ബൈ ട്രെയിൻ, 9/20 ബൈ ബസ് ആൻഡ് ദ റിമൈനിങ് 10 കിലോമീറ്റർ ഓൺ ഫുട്ട്. ഹിസ് ടോട്ടൽ ജേർണി ഇൻ കിലോമീറ്റർ ഈസ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ കൺസെപ്റ്റാണ്. ഓക്കെ, 2/15 അങ്ങനെ പോയി, ട്രെയിനിൽ പോയി, 9/20 ബസ്സിൽ പോയി. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുക, 15ഉം 20, ഡിനോമിനേറ്റർ LCM 15ഉം 20 വന്നു കഴിഞ്ഞാൽ LCM 60 ആണ്. അപ്പോൾ 60 യൂണിറ്റ് ആണ് ടോട്ടൽ ട്രാവൽ ചെയ്തത്, അല്ലെങ്കിൽ ടോട്ടൽ ജേർണി എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 2/15 ആണ് എന്ത് വന്നത്, 2/15 ആണ് ട്രെയിനിലുള്ളത്. അപ്പോൾ ട്രെയിനിൽ എത്രയായിരിക്കും, 60 × 2/15 എന്ന് വരും അല്ലേ. എന്താ ഈ 60 × 2/15 കട്ട് ചെയ്യുമ്പോൾ 4 × 2 8 എന്ന് അല്ലേ. 80 യൂണിറ്റ് ആണ് ട്രെയിനിൽ ട്രാവൽ ചെയ്തത്. ഇനി ബസ്സിൽ ട്രാവൽ ചെയ്തതോ 9/20 ആണ്, 60 9/20. അപ്പോൾ 60 × 9/20 എത്രയാ, 27 എന്ന് കിട്ടും. ഓക്കെ, 27 എന്ന് കിട്ടി. ഇനി ബാക്കി എത്ര ഉണ്ടാവും ശ്രദ്ധിക്കുക, 8ഉം 27ഉം ആഡ് ചെയ്താൽ 35 ആയി. അപ്പോൾ 60 ആവാൻ ഈ ബാക്കിയുള്ളത് 25 യൂണിറ്റ് ആണ്. അപ്പോൾ 25 ആണ് ഫൂട്ടിൽ 25, ബസ്സിൽ 27 യൂണിറ്റ്, ട്രെയിനിൽ 80 യൂണിറ്റ്. അപ്പോൾ ആ 25 യൂണിറ്റ് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്, 25 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൂട്ടിലുള്ളത് 10 കിലോമീറ്റർ ആണ്, 10 കിലോമീറ്റർ ആണ്. അപ്പോൾ 1 യൂണിറ്റ് എന്താ, 10/25 കിലോമീറ്റർ ആണ്. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2/5 എന്ന് വരും. ഓക്കെ, 2/5 കിലോമീറ്റർ ഈക്വൽ ടു 2/5 കിലോമീറ്റർ. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2/5 കിലോമീറ്റർ ആണ്. ചോദ്യം 60 യൂണിറ്റ് എത്രയാണ്, അല്ലെ ടോട്ടൽ ജേർണി എത്രയാണ് ചോദിച്ചത്, അത് 60 യൂണിറ്റ് ആണ്. അപ്പോൾ 60 എന്താ, 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 × 2/5 ചെയ്താൽ മതി. 1ൻ്റെ 2/5, അപ്പോൾ 60യുടെ 60 × 2/5 എത്ര വരും, 12 × 2 24 കിലോമീറ്റർ തന്നെ കിട്ടും. 24 കിലോമീറ്റർ ആണ് ഇവിടുത്തെ ടോട്ടൽ ജേർണി. ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന പാർട്ടുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ പാർട്ടിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസും ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം, ക്ലാസ് മനസ്സിലാവുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കണം. ഓക്കെ, അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക്